നമുക്ക് പാലക്കാടിൻ്റെ ഒരു ട്രഡീഷണൽ വിഭവമായിട്ടുള്ള രംഗയ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പാലക്കാടുകാർക്കൊക്കെ ഇത് കുറേ പേർക്ക് അറിയുണ്ടാവും. ഇത് ശരിക്കും ഒരു പാലക്കാട് അഗ്രഹാരങ്ങളിലൊക്കെയാണ് പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കഥകളൊക്കെ എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് സ്പൈസസ് ഒക്കെ മൈൽഡായിട്ട് ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടായിരുന്നു പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് കുറച്ച് സ്പൈസസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ തൈരും ചോറിൻ്റെ കൂടെ തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ. ഇതിന് വേണ്ടിയിട്ട് മെയിൻ സാധനം ചെറുപയറാണ്. ചെറുപയർ നമ്മൾ ഒന്ന് കുതിർത്ത് വെക്കണം. ഏകദേശം 1 മണിക്കൂർ ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതിയാവും. തലേ ദിവസം കുതിർത്ത് ഉണ്ടാക്കണവരും ഉണ്ട്. പിന്നെ സ്പൈസസ് ആയിട്ട് വേണ്ടത് ചെറിയുള്ളി, വറ്റൽമുളക്, മല്ലി, കുരുമുളക്, ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടൂ. കാരണം ഇത് കുത്തണ മണം ഇതിന് പാടില്ല. പക്ഷേ എന്നാൽ എല്ലാ സ്പൈസസും കറക്റ്റ് അളവിൽ വേണം താനും. നമ്മൾ ഈ സ്പൈസസൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് മിക്സിയിൽ അരച്ച് വയ്ക്കുക. പിന്നെ അതേപോലെ കുതിർത്ത ചെറുപയർ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ച് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ 2-3 മിനിറ്റ് കൈകൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റീമർ ഉപയോഗിച്ചോ ഇഡ്ഡലി പാത്രം ഉപയോഗിച്ചോ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ നല്ല ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. പിന്നെ ഇത് നമ്മൾ ചെറു ചൂടോടെ തന്നെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി നമ്മളിതൊന്നും കൂടി നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പാനിൽ നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് നല്ലോണം നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. പാനിൽ നെയ്യ് ഒഴിച്ച ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പിലേക്ക് പൊട്ടിച്ച് നമ്മൾ ഈ ചെറിയ ഉള്ളി ഒരു 5-8 ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. ഉള്ളിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉള്ളിയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഈ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റോളം നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ഡിഷാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇതിനൊരു നോൺ വെജ് കഴിക്കണ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ആ സ്പൈസസൊക്കെ മാത്രം കറക്റ്റ് അളവിൽ എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരോ ഇതിനെപ്പറ്റി അറിയാത്തവരോ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. പാലക്കാടുകാർക്ക് എന്തായാലും കുറച്ച് പേർക്കൊക്കെ എന്തായാലും അറിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് സ്പൈസസിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ രംഗയ്യൻ ഇവിടെ റെഡിയായി.